അനിയത്തി വർക്ക് ചെയ്യുന്നു, ചേച്ചി വർക്ക് ചെയ്യുന്നില്ല. അത് നല്ല രീതിയിൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം സമയം രാവിലെ 5:30 ആണ് കേട്ടോ. ഞാനിപ്പോൾ കണ്ണൂരാണുള്ളത്. പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ ഇന്ന് എൻ്റെ ചേച്ചീൻ്റെ കോൺവൊക്കേഷൻ ഡേ ആണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഞാൻ ആലോചിച്ചു ഹാപ്പിനെസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത് ചേച്ചിനെ റെഡിയാക്കൽ തന്നെയാണ്. ഈ സാരി ഞങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് എടുത്തതാണ് കേട്ടോ. ഈ ഷെയ്ഡ് ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ്. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചൊരു സാരിയാണ്. ഒരു സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന ഒരു സാരിയാണ്. പക്ഷെ എന്നാലും കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടതിനൊന്ന് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ സാരി ഡ്രിപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒരു സിമ്പിൾ മേക്കപ്പ് മതി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി സുന്ദരിയായിട്ട് അങ്ങനെ വലിയ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതേ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ സ്റ്റേഷനിൽ 6:45 ആയിരുന്നു ട്രെയിൻ. കാലിക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ കോൺവെക്കേഷൻ നടക്കുന്നത്. അപ്പോൾ എന്തായാലും സമയമുണ്ട്, നമുക്ക് കുറച്ച് കഥ പറഞ്ഞാലോ. ഞാനും ചേച്ചിയും തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു ചേച്ചിൻ്റെ കല്യാണം. പിന്നെ കുറച്ചാലും ചേട്ടൻ്റെ കൂടെ പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് മോളുണ്ടായി. പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് മോനായത്. മോനൊന്ന് സ്കൂളിലായിട്ട് വേണം ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാമെന്ന് ചേച്ചി അന്നേ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ആൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ആ ഒരു ഗ്യാപ്പ് കുറച്ച് നീണ്ടുപോയി. പിന്നെ പോയി ഇതേ ഇപ്പോഴാണ് അതിന് കറക്റ്റ് സമയം വന്നത്. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ആളിന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ കാലിക്കറ്റ് എത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ലൊക്കേഷനിലോട്ട് വന്നു. സ്റ്റേഷനിൽ വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി. പിന്നെ ചൂടിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതേ ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിലെത്തി. എന്തായാലും ഞാൻ ഇന്ന് കട്ട പോസ്റ്റ് ആയിരിക്കുന്നു എനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എനിക്കറിയുന്ന ആരും ഇവിടെ ഉണ്ടാവില്ല, ചാൻസ് ഒന്നും ഇല്ല. പിന്നെ എല്ലാവരുടെയും നടക്കുന്ന പോലെ നല്ല ലേറ്റ് ആയിട്ടുണ്ടോ പ്രോഗ്രാം തുടങ്ങിയത്. 9 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞ പ്രോഗ്രാം ഒരു 10:30 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറായിരുന്നു കേട്ടോ മെയിൻ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണോ സാറിനെ കാണുന്നത്. സാറിന്റെ സംസാരം സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. ആ ഒരു സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡയറക്ടർ ആക്ടേഴ്സ് ഒക്കെ ആയിട്ട് കുറച്ചധികം ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതേ ഞാൻ ഇങ്ങനെ കോൺവൊക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഇതേ ആളിപ്പോൾ ഒഫീഷ്യൽ ടീച്ചറാണ്. ഞാൻ കാണുന്നത് ചേച്ചിയുടെ ഫ്രണ്ടും കൂടെ ആണ്. അങ്ങനെ ഇതേ അവരുടെ ഫൈനൽ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഒരു 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് എക്സോസ്റ്റ് ആയ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതേ ഞങ്ങൾ വേഗം ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. ചേച്ചിയുടെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ പോയത്. ആൾ അവിടുത്തെ ഷെഫാണ്. ചേച്ചിയും ഫ്രണ്ടും ഇതേ മെനുവിൽ നോക്കി കുറച്ച് നേരം സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ ബിരിയാണിയിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോടാണല്ലോ, ബിരിയാണി കഴിക്കാൻ തന്നെ വിചാരിച്ചു. വിശന്നിട്ട് കിളി പോയ അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനത്തെ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് വന്നു. ഡ്രാഗൺ ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതേ തൽക്കാലം ഒന്ന് വിശപ്പൊക്കെ അടക്കി. അങ്ങനെ ഇതേ നമ്മുടെ ബിരിയാണി വന്നു. പക്ഷെ ഞാൻ വിചാരിച്ചോളൂ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിശന്നപ്പോൾ കുറച്ചധികം വെള്ളം കുടിച്ചുപോയി. എന്നാലും ബിരിയാണി കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമായി. അങ്ങനെ ഇതേ അതൊക്കെ കഴിച്ച് ഒരു 4 ആയിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും കുറവായിരുന്നു. ഇനി എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ബൈ. അപ്പോൾ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നുപോയി. ഫോൺ ഓഫായി. ഞാൻ ആക്ച്വലി ചാർജർ എടുക്കാൻ മറന്നുപോയി. അപ്പം അതിനുശേഷം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എഗെയിൻ ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയൊക്കെ ഞാൻ ഇങ്ങനെ ചേച്ചീനെ കുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അനിയത്തി വർക്ക് ചെയ്യുന്നു, ചേച്ചി വർക്ക് ചെയ്യുന്നില്ല. അത് നല്ല രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്, എന്നാൽ കുറച്ച് വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം പേഴ്സണലി എനിക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഇപ്പം ഞാൻ ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്താലും എന്നെപ്പോലെ ഹാപ്പി ആവുന്ന ഒരാളാണ് ചേച്ചി. പക്ഷേ എന്താ പറയുക, ആൾക്കാർ ഈ ഒരു വർത്തമാനം എനിക്കത് കുറച്ച് എന്താ പറയുക ചേച്ചിയുടെ സൈഡ് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചേച്ചി അത്രയും കാലിബറുള്ള ഒരാളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതർ സൈഡ് നോക്കുകയാണെങ്കിൽ ചേച്ചിക്ക് 2 കുട്ടികളുണ്ട്. അപ്പം ചേട്ടൻ പുറത്താണ്. അപ്പം മോൾ സ്കൂളിൽ പോയി തുടങ്ങി ഓൾറെഡി. അവളിപ്പം 4th പഠിക്കുന്നത്. അപ്പം മോൻ എന്ന് പറഞ്ഞാൽ LKG-യിലാണ്. അപ്പോൾ ആ ഒരു ടൈം വരെ എന്തായാലും അവനെ നോക്കണം. കാരണം ഒരു ഒരാൾ പുറത്താണ്. അപ്പം ഒരാൾ എന്തായാലും ഉണ്ടാവണം കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചേച്ചി എടുത്ത ഡിസിഷൻ ആക്ച്വലി കറക്റ്റ് ആയിരുന്നു. പക്ഷേ എഗെയിൻ അതൊരു വീട്ടിലിരിക്കുന്ന ആൾക്കാർ മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാരണം കുട്ടികളെ നോക്കാന്നൊക്കെ പറഞ്ഞാൽ അത്രയും നമ്മൾ മെൻ്റലി ഫിസിക്കലി എക്സോസ്റ്റഡ് ആവുന്ന ഒരു പരിപാടിയാണ്. ഞാനത് ചേച്ചിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം ആ ആഗ്രഹം നടക്കാണ്ട് പോയതിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഈ പറയുന്ന പോലെ മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ചേച്ചി കോഴ്സിന് ജോയിൻ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കോൺവൊക്കേഷന് മുന്നേ തന്നെ ചേച്ചിക്ക് ജോലി കിട്ടി. ചേച്ചി വർക്കിന് പോകുന്നതാണെന്ന് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഭയങ്കര എന്നോട് ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ മൂഡ് സ്വിങ്സ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ പോയി തുടങ്ങിയപ്പോൾ ആൾ ഭയങ്കര എന്താ പറയുക ഒരു എൻഗേജ്ഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്നൊരു മാറ്റം ഞാൻ ആൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുവാണെങ്കിലും ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പേഷ്യൻസ് ആണ് ആൾക്ക്. നല്ല പഠിപ്പിക്കാനൊക്കെ ഭയങ്കര എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല. പക്ഷേ ചേച്ചിക്ക് നല്ല ക്ഷമയുണ്ട്. അപ്പം ആളെന്തായാലും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പം
എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ഒരു ഹാപ്പിനെസ് എനിക്ക് എല്ലാവരോടും ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പം അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.